മോനുക്കുട്ടൻ സ്കൂളിലോട്ട് പോയി. മോനുക്കുട്ടന് ടാറ്റയൊക്കെ കൊടുത്ത് ഇവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ പാലക്കാട്ടെ ലക്ഷ്മി ചേച്ചി ഇന്നലെ ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്ക് ചേച്ചിയുടെ ഫോൺ നമ്പറൊക്കെ വെച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ചേച്ചിയെ കോൺടാക്റ്റ് ചെയ്യുകയും പർച്ചേസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വന്ന പാഴ്സലിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ഇന്നലെ നമ്മൾ വൈകിട്ട് വന്ന് ജാനിക്കുട്ടിയുടെ പിറന്നാളിന് പോയി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പ്രിയങ്ങളെ കൂടെ കാണിക്കാം. ഇത് 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. കൊച്ചോള് വന്നപ്പം ഞാൻ ഇതെല്ലാം ഒരെണ്ണം അങ്ങ് കൊടുത്തു വിട്ടു. ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, അന്നേരം സമയമില്ലായിരുന്നു. സോയാ സ്റ്റിക്ക്, ചില്ലി പൊട്ടറ്റോ. ഇത് അമ്പഴങ്ങ അച്ചാറാന്ന് തോന്നുന്നു. അമ്പഴങ്ങയാണോ കണ്ണിമാങ്ങയാണോ അതിലേതോ ആണ്. പൊട്ടിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ചമ്മന്തിപ്പൊടിയുണ്ട്, പക്കാവടയുണ്ട്, നെല്ലിക്ക അച്ചാറാണ് കേട്ടോ, നെല്ലിക്ക. ഇത് കുക്കീസാണ്. കറി ലീഫ് പൊടി. അപ്പം ഇങ്ങനെയുള്ള പൊടി ഐറ്റംസ് എല്ലാം ഉണ്ട്. കറി ലീഫുണ്ട്, എള്ളുപൊടിയുണ്ട്, പിന്നെ പൊരിയൽ പൗഡർ, അങ്ങനെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുവല്ലം വേണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ചാൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി, ചേച്ചി അയച്ചു തരും കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കണ്ടെൻ്റെ പ്രിയങ്ങളെ, ഇത് ഞാൻ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിച്ച് നോക്കി. 3 എണ്ണം ഉണ്ട് ഒരു പാക്കറ്റിനകത്തെ. അപ്പോൾ എനിക്കിത് കഴിച്ചപ്പോൾ നമ്മുടെ ഇവിടെ ബോളി കഴിക്കുന്ന ടേസ്റ്റാണ് തോന്നിയത്. നല്ല രുചിയുണ്ടായിരുന്നു. തേങ്ങയും നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ചേർത്തുള്ള ആ ടേസ്റ്റില്ല, അതാണ്. ഇത് നമ്മൾ ബോളി കഴിക്കുന്ന പോലെ ഒന്ന് കഴിച്ചു നോക്കാം. ബാ. ഇതിൻ്റെ പാക്കറ്റ് ഇതാണ് പേരെഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചെടുത്തോട്ടോ. അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ ബോളിപ്പായസം കഴിക്കുന്ന പോലെ അങ്ങോട്ട് കഴിക്കാം. ഓക്കെ, ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. പിന്നെ ഇതിനകത്ത് ഇതേപോലെ അല്ല, കഴിച്ച് നോക്കാം. ഇത് ജാനിക്കുട്ടിയുടെ പിറന്നാൾ പായസമാണ് കേട്ടോ. ബോളി പായസവും അവരുടെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. ചേട്ടനോ അനിയനോ കസിനോ വല്ലതും ആയിരിക്കും. അതേ രുചി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ചേച്ചി ഇതൊക്കെ അയച്ചു തരും കേട്ടോ. ഞാൻ കഴിക്കട്ടെ.